ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഒരു പുതിയൊരു ചൈനീസ് ഓൺ ഗോയിങ് ഡ്രാമയാണ് കേട്ടോ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ഡ്രാമയുടെ പേര് ഹലോ ഐ ആം അറ്റ് യുവർ സർവീസ് എന്നാണ്. ഈ ഡ്രാമയുടെ മെയിൻ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ്റെ കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടാകും. പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണം ഇവർ വന്നിട്ട് ആ ഒരു അഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ കഴിവ് ഉപയോഗിച്ച് തിരിച്ച് നമ്മുടെ ഹീറോയുടെ കമ്പനിയായി ടൈപ്പ് ആവുന്നതെന്നും അവസാനം നമ്മുടെ ഹീറോയുടെ മനസ്സിൽ എങ്ങനെ കയറി ചെല്ലുന്നെന്നും പറയുന്നൊരു ഡ്രാമയാണ് ഹലോ ഐ ആം അറ്റ് യുവർ സർവീസ്. എന്നാൽ നമുക്ക് അധികം പറഞ്ഞ് ബോറാക്കാതെ നമുക്ക് ഡ്രാമയിലേക്ക് കടന്നാലോ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡോങ്ങിനെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് പറയാം, എൻ്റെ ഒരു കഷ്ടകാലം നോക്കണേ, ഞാനൊരു പൂർണ്ണ ഗർഭിണിയാണ്. ഞങ്ങളുടെ ഓഫീസിലുള്ളവരെല്ലാം ഈ ഒരു ഓഫീസിന് വേണ്ടി കഷ്ടപ്പെട്ട് ഫൈനൽ ആ ഒരു വർക്ക് പോലും ചെയ്ത് തീർത്ത് ഇപ്പോൾ അവരാണെങ്കിൽ ഫൈനൽ പേയ്മെൻറ്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എന്തോ ചെയ്യും? എൻ്റെ ഒരു കഷ്ടകാലം നോക്കണേ, എൻ്റെ ഗതികേട് നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം വയ്ക്കും കേട്ടോ. അപ്പോൾ അവിടെയുള്ള നാട്ടുകാരെല്ലാം തന്നെ ചുറ്റും കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഇവൾ പറയുകയാണ്, കണ്ടില്ലയോ ഇവിടെയുള്ള ഈ ഒരു ചെയർമാൻ വന്നിട്ട് ഇങ്ങനെ മെറ്റേണിറ്റി ലീവ് എടുത്ത് പോയി. ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? 6 മാസം കഴിഞ്ഞിട്ട് ഫൈനൽ പേയ്മെൻറ്റ് തരുമെന്ന് ഇവർ പറയുന്നത്. നിങ്ങൾ ഇനി എന്തോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാരിൽ ഒരാൾ പറയും, ആ പാവം ആ മാഡത്തിന് മെറ്റേണിറ്റി ലീവ് എടുത്ത് പോയതല്ലേ, നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലല്ലേ, അതൊന്ന് മനസ്സിലാക്കുന്നു പറയാം കേട്ടോ. അപ്പോൾ ഇവള് കരഞ്ഞുകൊണ്ട് പറയാണ്, അതേ ചെയർമാൻ ഒരു ആണ്, അയാൾ എങ്ങനെ മെറ്റേണിറ്റി ലീവ് എടുത്ത് പോകുന്നതെന്ന്. അപ്പോൾ നാട്ടുകാർ ശരിയാണല്ലോ, ആണുങ്ങൾക്ക് എന്തിനാ മെറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോഴാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു മാനേജർ, ഈ ഒരു കമ്പനിയുടെ മാനേജറും പുറത്ത് വന്നിട്ട് പറയാണ്, നിനക്ക് എന്താ പൈസ തന്നാൽ പോലെ ഇതാ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് 5000 രൂപ എങ്ങാണ്ടേ കൊടുക്കാനുള്ളൂ. ആ പൈസ ഇവളുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ആ പൈസയെല്ലാം തന്നെ എണ്ണി നോക്കിയിട്ട് പറയാണ്, അയ്യോ ഇതിൽ ഒരു നോട്ട് മാത്രം പഴയതാണ്, ഇതൊന്ന് മാറ്റി തരുമെന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് അയാൾ ഇവളെ തുറിച്ചു നോക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവളുണ്ടല്ലോ, എന്തുമായാലും കിട്ടേണ്ട പൈസ കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഓടി പോവാ കേട്ടോ. ഇനിയാണെങ്കിൽ അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവളുടെ കമ്പനിയുടെ ഒരു വാൻ പോലത്തെ ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ. ആ കാറിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ ആ ഒരു കമ്പനിയിലെ ബോസാണ്. ബാക്കി 2 പേരും വന്ന് ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഡോങ് വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ഒന്നും അല്ല കേട്ടോ. ആ ഒരു കമ്പനിയിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി മാത്രം അവൾ അങ്ങനെ വയറ്റിലൊരു പഞ്ഞ് പോലൊരു സംഭവം വെച്ച് അഭിനയിച്ചതാണ്. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളും ഇവളത് ഡീൽ ചെയ്ത് പൈസയൊക്കെ കൊണ്ടുവന്നില്ലേ, അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ഇതേ സമയം നമ്മളെ കാണിക്കുന്നത് ഈ ഒരു സ്റ്റോറിയിലെ ഹീറോയാണ്. ഹീറോൻ്റെ പേര് വന്ന് സുവാങ് എന്നാണ്. അവൻ വന്നിട്ട് പിയോനി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ചെയർമാൻ്റെ മോനാണ് കേട്ടോ. അവനിപ്പോൾ അബ്രോഡിലൊക്കെ പോയി പഠിച്ചിട്ട് ഇപ്പോഴാണ് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത്. ഇവനാണെങ്കിൽ നല്ല ടിപ് ടോപ്പായിട്ട് കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു പഞ്ചപാവ ഒരു ചെറുക്കൻ്റെ പോലെയാണ് അവനൊക്കെ ഒരുങ്ങിയിട്ട് വന്ന് ആ ഒരു ഓഫീസിൽ പോകുന്നത്. അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് തന്നെ അവനാണ് ഈ കമ്പനിയിൽ നിന്ന് ഇനി ഈ കമ്പനി നോക്കി നടത്താനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ സുവാങ് കയറി ചെല്ലുമ്പോൾ തന്നെ അങ്കിളിലായിക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം തന്നെ അബ്രോഡിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഗിഫ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് പറയണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വയ്യാന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ വരണമെന്നേ ഇല്ലായിരുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്കിവിടെ വന്ന് എന്തോ ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് ചുറ്റും നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇച്ചിരി സമാധാനം ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്കിളിലായി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ അങ്കിളിലായുടെ പിന്നിലുള്ള 2 പേര് പറയണം, ഇവനെന്തൊരു പൊട്ടനാന്ന് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അങ്കിളിലായ അവിടെയുള്ള എല്ലാ സ്റ്റാഫ്സിനും നമ്മുടെ സുവാങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്, ഇങ്ങനെ ചെയർമാൻ്റെ മോനാന്നും പറഞ്ഞിട്ടും. അപ്പോൾ ഇവനിങ്ങനെ പഞ്ചഭാവം പോലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പറഞ്ഞു, ശേ ഇവൻ്റെ അമ്മയുടെ സ്വഭാവം ഒന്നും ഇവന് കിട്ടിയില്ലല്ലോ, ഇവൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഇവൻ എന്തെങ്കിലും ഒരു പഞ്ചഭാവം എന്നുള്ള രീതിക്കൊക്കെ ഗോസിപ്പ് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോയിനായിട്ടുള്ള ഡോങ്ങിനെ കാണിക്കും കേട്ടോ. അവരാണെങ്കിൽ ഒളിച്ചും പാത്തുമാണ് അവരുടെ ആ ഒരു ഓഫീസ് റൂമിലേക്ക് പോകുന്നത്. വേറെ ഒന്നുമല്ല, അവരുടെ ഓഫീസ് റൂം അവർ വന്ന് സത്യം പറഞ്ഞാൽ റെൻറ്റിന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ റെൻറ്റ് വാങ്ങാനായിട്ട് ആ ഒരു ഓഫീസ് റൂമിൻ്റെ ഓണർ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഓണറമ്മയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. 3 മാസമായി നിങ്ങൾ റെൻറ്റ് വരാൻ തന്നിട്ട് മര്യാദയ്ക്ക് റെൻറ്റ് തന്നില്ലെങ്കിൽ ഈ ഓഫീസ് റൂം കാലിയാക്കി ഇവിടുന്ന് പോകാൻ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ അവിടെയുള്ള ഇവളുടെ ഒരു ബോസ് ഉണ്ടല്ലോ, അവളോട് കണ്ണുകൊണ്ട് കാണിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. അപ്പോൾ ഇവളാണെങ്കിൽ ചെന്ന് പറയണം, ഓ മാഡം നിങ്ങളുടെ മാല കണ്ടില്ലയോ, എന്ത് രസമോ പേള് കാണാൻ. മാത്രമല്ല നിങ്ങളെ കണ്ടാലേ അറിയാം, നിങ്ങൾ ഇത്രയും ടിപ്പ് ടോപ്പ് അല്ലേ, നിങ്ങൾ ഭയങ്കര റിച്ചാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ റെൻറ്റ് വാങ്ങാൻ വേണ്ടി ഇവിടെ വരെ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഇവരാണെങ്കിൽ ഇവളുടെ സംസാരത്തെ വീഴുന്ന ഇതില്ല കേട്ടോ. അപ്പോൾ ഇവൾക്ക് കാര്യം മനസ്സിലായി, ഞാനിനി സോപ്പ് ഇട്ടിട്ട് കാര്യമൊന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഇവളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5000 രൂപ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ വേറൊരു കമ്പനിയിൽ നിന്ന് പ്രശ്നം
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പൈസ വന്നിട്ട് ബോസിൻ്റെ കയ്യിൽ നിന്ന് നിർബന്ധം പിടിച്ച് വാങ്ങിക്കുക കേട്ടോ. എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഈ ഒരു ഓണറമ്മ നോക്കിയിട്ട് പറയണേ, പക്ഷേ ഈ 5000 രൂപയാണ് നിങ്ങൾ റെൻറ്റ് തന്നത്, ഇതൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്തുള്ള പറയാം, അതെ ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു കമ്പനിയായിട്ട് ടൈപ്പ് ആക്കിയോ, പിയോനി കമ്പനി എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് കാണുമല്ലോ, അവർ എന്തൊരു വലിയ കമ്പനിയാണ്, എന്തുമായാലും ഞങ്ങൾ ഒരാഴ്ചക്കകം ആ പൈസ അങ്ങ് തന്നേക്കാന്ന് പറയുന്ന സമയത്ത് ബോസ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പിയോനി കമ്പനിക്ക് വിളിക്കുക കേട്ടോ. പിയോനി കമ്പനിക്ക് വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള പറയണം, ഓ നിങ്ങൾ ബെയർ കമ്പനി എന്നല്ലേ വിളിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്റ്റ് വന്ന് ടെർമിനേറ്റ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് തന്നെ ടെർമിനേഷൻ പ്രോസസ്സിന് വേണ്ടി എന്തുമായാലും ഒരു ദിവസം വന്ന് മീറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്നതോടുകൂടി ഓണറമ്മയുടെ മൊങ്ങ് മാറുവാണ്. മാത്രമല്ല കോള് കട്ടായതിനു ശേഷം ഓണറമ്മ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരാഴ്ചക്കകം റെൻറ്റ് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഓഫീസ് റൂം കാലിയാക്കിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. ഇനിയാണെങ്കിൽ ആ ഒരു ഓണറമ്മ പോയതിനു ശേഷം ഇവരാകെ ടെൻഷനില്ല. കാരണം ഇവരാകെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞത് ഈ ഒരു പിയോനി കമ്പനിയായിരുന്നു. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്, അപ്പോൾ ഇവർക്ക് എന്തോരം നല്ലൊരു എമൗണ്ട് പൈസ കിട്ടും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി തൊലച്ചപ്പോൾ അവിടെയുള്ള ഓരോരുത്തരായിട്ട് പറയുമ്പോൾ പക്ഷേ ഞാൻ റെൻ്റ് എങ്ങനെ കൊടുക്കും, ഇനി അടിച്ചിട്ടൊരാളുണ്ട് കേട്ടോ അതിൽ. അവൻ പറയണം, അയ്യോ ഞാൻ ഫുഡിന് എന്തോ ചെയ്യും, ഞാൻ ഈ ഡയറ്റിങ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ബോസ് ഒരു ഐഡിയ തോന്നിയിട്ട് പറയണത്, നമ്മുടെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ട് ആരാന്നറിയും ഇവിടെ, അത് നമ്മൾ ഡോങ്. ഇവള് വിചാരിച്ച് നടക്കാത്ത കാര്യമാണ്, ഇവള് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇതുവരെ ഉഴപ്പ് കാണിച്ചിട്ടുണ്ടോ, ഇവള് വിചാരിച്ച എല്ലാം നടക്കുന്നു പറഞ്ഞിട്ടും ഇവള് മറ്റേ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി വയറ്റിൽ പഞ്ഞ് പോലെ ഒരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ടാണ് പ്രഗ്നൻ്റ് പോലെ അഭിനയിച്ചിരുന്നത്. ആ സാധനം എടുത്ത് പിള്ളേരിൽ തിരിച്ചു കൊടുത്തിട്ടാണേ, പ്ലീസ് ഡോങ് ഈ ഒരു പ്രാവശ്യം കൊണ്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യും, നീ വിചാരിച്ച എല്ലാം നടക്കുന്നൊക്കെ പറയുന്ന സമയത്ത് ആളും പറയും, ശരിയാ ഞാൻ ഈ ഒരു കാര്യത്തെ ഗീവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് ഇവൾ ആ ഒരു സംഭവമൊക്കെ എടുത്തിട്ട് നേരെ പോവാട്ടോ ഈ ഒരു പിയോനി കമ്പനിയിലുള്ള ചെയർമാനെ കണ്ട് സംസാരിക്കാനായിട്ട്. ഇനിയാണെങ്കിൽ അവൾ ആ ഒരു സ്കൂട്ടിയൊക്കെ ഓടിച്ച് വരുന്ന സമയത്ത് ഈ ഒരു പിയോനി കമ്പനി അടുത്ത് വരുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ പാർക്ക് ചെയ്യുന്നതിന് ഭയങ്കര പ്രശ്നം. വേറെ ഒന്നുമല്ല, നമ്മുടെ സുവാങ് ആണെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റാതെ അവിടെ കിടന്ന് മെനക്കെട്ടുകൊണ്ടിരിക്കുക. കൂടെ അങ്കിളിലായി ഉണ്ട് കേട്ടോ. ഇവനാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനാണെങ്കിൽ ശരിക്കും വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇവനാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ബാക്കിൽ വരുന്ന ആളാണെങ്കിൽ വേഗം ഒന്ന് മാറ്റുമെന്ന് പറഞ്ഞ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടു വരുന്ന നമ്മുടെ ഡോങ് ആണെങ്കിൽ ചെന്നിട്ട് അയാളടുത്ത് പറയണം, ആ ഫ്രണ്ടിൽ പോകുന്ന ആ ചെറുക്കനെ കറക്റ്റ് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു, അത് അയാൾക്ക് അത്ര സ്കില്ലൊന്നുമില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് മാറി കൊടുക്കാൻ പറയുന്ന സമയത്ത് ഇയാൾ പറയാം അവൻ എന്താ മാറി കൊടുത്താന്ന്. അപ്പോൾ ഇവള് പറയണം, അല്ല നമ്മുടെ ചൈനീസ് കൾച്ചർ പ്രകാരം നല്ലൊരു ജെന്റിൽമാന് മാത്രമേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങളൊരു ജെന്റിൽമാൻ എന്ന് കണ്ടാലേ അറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ. അതിൽ കൺവീൻസ് ആയിട്ട് അയാൾ തന്നെ അവിടുന്ന് മാറിക്കൊടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൾ വണ്ടി എടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്തും സുവാങ് വന്ന് ഇവളുടെ അടുത്ത് താങ്ക്സ് പറയാൻ നിൽക്കുമ്പോൾ ഇവൾ പറയാം, നീ താങ്ക്സ് ഒന്നും പറയണ്ട, എത്രയും പെട്ടെന്ന് ഡ്രൈവിംഗ് ഒക്കെ നല്ല രീതിക്ക് പഠിക്കാൻ നോക്കുന്നും പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോവാട്ടോ. ആ സമയത്ത് സുവാങ്ങിന് ഒരു കാര്യം ഓർമ്മ വരും. 3 വർഷം മുമ്പ് ഇവരെവിടെയോ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് തമ്മിൽ എന്തൊരു മെമ്മറീസ് ഉണ്ട്, അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല, പിന്നീട് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിനുശേഷം കാണിക്കുകയാണ് ഇവളാണെങ്കിൽ ആ ഒരു ഓഫീസിൽ കയറുന്നതിന് മുമ്പുണ്ടല്ലോ ആ മറ്റേ വയറ് വീർപ്പിച്ച് ആ ഒരു പ്രഗ്നൻറ്റ് ലേഡീസ് വെക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് അങ്ങോട്ട് കയറുക. അപ്പോൾ അവിടെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ട് സൂലി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അവൾ നമ്മുടെ ഹീറോയിനായിട്ട് നല്ലൊരു കൂട്ടാട്ടോ. അപ്പോൾ ഇവൾ വന്നതുകൊണ്ട് തന്നെ വെൽക്കം ചെയ്തിട്ട് നോക്കുവാണ്, ദൈവമേ നിനക്ക് എന്തുവാണ് ഇങ്ങനെ വയറൊക്കെ ആയേ, നീ പ്രഗ്നൻ്റ് ആയതൊന്നും പറഞ്ഞില്ലോ എന്ന് പറയുന്ന സമയത്തും നമ്മൾ ഡോങ് പറയാം അതൊക്കെ പെട്ടെന്നായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ അങ്ങനെ പറയുക കേട്ടോ. മാത്രമല്ല അവൾ പറയല്ല ഞങ്ങളുടെ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തല്ലോ, അതെന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്തും ഈ ഒരു സൂലിപ്പെണ്ണ് പറയാണ്, അത് ഞങ്ങളുടെ പുതിയ ചെയർമാൻ്റെ ഉത്തരവാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഡോങ് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മാത്രമല്ല ചെയർമാനെ കാണുമെന്ന് പറയുമ്പോൾ സൂലി പറയണം, അതെ ചെയർമാൻ ഇച്ചിരി ബിസിയാണ്, നീ ഇപ്പോൾ പോയാൽ കാണാൻ പറ്റത്തില്ല, ആൾ ഇച്ചിരി ബിസി ആയിട്ട് ആളുടെ അങ്കിളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്തും എന്നിട്ട് പോവാമെന്നും പറഞ്ഞിട്ട് ഡോങ് അവിടെ നിന്ന് പോകാൻ നിൽക്കുക കേട്ടോ. എന്നിട്ട് പോയി തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള അഭിനയം സ്റ്റാർട്ട് ചെയ്യുക, അയ്യോ എനിക്ക് വയറ് വേദനിക്കുന്നേ കേട്ടോ. അപ്പോൾ സൂലിപ്പെണ്ണാണെങ്കിൽ ഇവിടെ ഭയങ്കര കാര്യമായിട്ട് പറയണം, അയ്യോ നിനക്ക് എന്താ പറ്റി, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ പറയും, എനിക്ക് ഇച്ചിരി വെള്ളം മാത്രം എടുത്തതാ, എനിക്ക് ഭയങ്കര വയറ് വേദനിക്കുന്നു, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ പെണ്ണ് വെള്ളം എടുക്കാൻ പോകും കേട്ടോ. ആ ഒരു സൂലി അവിടെ നിന്ന് പോയ ഉടനെ തന്നെ നമ്മുടെ ഡോങ് വേഗം തന്നെ ചെയർമാൻ്റെ റൂമിൽ ചെന്നിട്ട് മുഖമൊന്നും നോക്കാതെ കമന്നങ്ങ് കിടക്കുക കേട്ടോ. നിങ്ങൾ എന്തൊരു കഷ്ടമായി ചെയ്തത്, ഞങ്ങൾ പാവം പിയോനി കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടായതാ, നിങ്ങൾ എന്തൊരു പണിയെ കാണിച്ചു, ഞങ്ങളെ പോലുള്ള ചെറിയ കമ്പനിയോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പ്രശ്നം ഉണ്ടാക്കി കഴിയും കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ സുവാങ് വന്ന് ഇവളെ പിടിച്ച് എണീപ്പിക്കുമ്പോഴാണ് ഇവള് സുവാങ്ങിൻ്റെ മുഖം കാണുന്നത്. ഇവളാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോൾ സുവാങ് പറയണം, അല്ല നീയല്ലേ ഇപ്പോൾ
പാർക്കിങ്ങിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്ന സമയത്ത് അങ്കിളിലായും പറയണത് ശരിയാണല്ലേ, ഈ പെണ്ണാണല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്തത്, എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ പറയുവാണ് ഈ കോൺട്രാക്റ്റ് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്ത കാര്യം കേട്ടോ. അപ്പോൾ അങ്കിളിലായി ചോദിക്കും, അല്ല നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ നിനക്ക് വയറില്ലായിരുന്നല്ലോ, ഇപ്പം എന്താ നീ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു അയ്യോ ഇത് പ്രഗ്നൻ്റ് ആയതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ബാഗ് എടുത്ത് അത് മറച്ച് വെച്ചിട്ട് പറയാം, അല്ല ഫുഡ് എപ്പോഴൊക്കെ കഴിക്കുന്നോ അപ്പോഴൊക്കെ ഇനി വയറിങ്ങനെ വീർക്കും, അതൊരു അസുഖമാണെന്നുള്ള രീതിക്ക് അവൾ പറയാം കേട്ടോ. അപ്പോൾ ഈ അങ്കിളിലായി പറയണം, ഓ നീ ഞങ്ങളുടെ അടുത്ത് കള്ളം പറയാനുണ്ടെങ്കിലേ ഇങ്ങനെ ഈ വൃത്തികെട്ട കമ്പനി ആയിട്ടൊന്നും ഞങ്ങൾ ഒരിക്കലും ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ കള്ളം പറയുന്ന കമ്പനി ആയിട്ടൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇവളാണെങ്കിൽ വാഷ്റൂമിൽ ചെന്നിട്ട് ഇവള് സ്വയം പറയേ എനിക്ക് ആ സമയത്ത് എന്തോ ഒരു മണ്ടത്തരം ഞാൻ വിളിച്ച് പറയാം, വയറൊക്കെ വെച്ചെന്നാണ് ഇങ്ങനെയൊക്കെ കള്ളം പറയും, ഇനിയിപ്പോൾ ഞാൻ എന്തോ പറയും എൻ്റെ ഓഫീസിൽ ചെന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ കിടന്ന് പിറുപിറുത്തിട്ടൊക്കെ പുറത്ത് വരുന്ന സമയത്ത് സുവാങ് ആ ഒരു വഴിക്ക് വരുന്ന കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇനി ഇവൻ്റെ അടുത്ത് ഒന്നും കൂടി ഒന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കൈയൊക്കെ പിടിച്ച് ചോദിക്കും കേട്ടോ, എങ്ങനെയെങ്കിലും പ്ലീസ് ഞങ്ങളുടെ കമ്പനിയായിട്ടുള്ള ടൈപ്പിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുക പ്ലീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് സുവാങ് പറയാം, സോറി ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കിളിലായി വേറൊരു കമ്പനിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് കൊടുത്തെന്ന് പറയാം കേട്ടോ. അപ്പോൾ ചോദിക്കുക അത് വന്നിട്ട് ലാജിയ കമ്പനിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാം അതെ അങ്ങനെ ഒരു കമ്പനി തന്നെയാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നം ഇതിനകത്ത് നടക്കുന്നുണ്ട്, കാരണം അത് വന്നിട്ട് നമ്മുടെ അങ്കിളിലായുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, എന്തുമായാലും ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ തന്നെ അതിനുള്ള പ്രൂഫൊക്കെ ഒപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ അതിന് ഓക്കെ പറയും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൻ അവൻ്റെ ഓഫീസ് റൂമിൽ പോകണം. ഇത്രയും നേരം ഒരു പഞ്ചപാവം പോലെയായിരുന്നു നമ്മുടെ ഹീറോ നിന്നത്, പക്ഷെ ആ ഒരു ഓഫീസ് റൂമിലേക്ക് കടന്നതിന് ശേഷം അവൻ ടിപ്പ് ടോപ്പ് ആകെ മൊത്തത്തിൽ മാറുകയാണ്, ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ബോസിൻ്റെ പോലെയാണ് പെരുമാറുന്നത്. അവിടെ ഓൾറെഡി 2 പേര് ഇവന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അവർ വന്ന് ഇവൻ വരുമ്പോഴേക്കും ഈ ഒരു കമ്പനി നടക്കുന്ന കള്ളത്തരങ്ങളെല്ലാം തന്നെ ഇവൻ്റെ അടുത്ത് പറയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്നിട്ട് അവർ പറയുവാണ് ഇങ്ങനെ വന്നിട്ട് സാൻജിയോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്കൊരു ഓപ്പോസിറ്റ് ഒരു കമ്പനി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, ആ ഒരു കമ്പനിയാണ് ഇപ്പോൾ മുന്നേ നിൽക്കുന്നത്. കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്രൈസ് എല്ലാം വന്ന് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് റേറ്റിംഗ് ഒന്നുമില്ല, മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ അങ്കിളിലായി നല്ലപോലെ കളിക്കുന്നുണ്ട്, ആളുടെ ഫ്രണ്ട്സുമായിട്ട് ടൈപ്പ് ചെയ്യുന്നത്, ആക്ച്വലി നല്ല ആൾക്കാരൊന്നും ആയിട്ടല്ല ടൈപ്പ് ചെയ്യുന്നത്, അതൊന്ന് കമ്മീഷനൊക്കെ വാങ്ങുന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ. ഇവരാണെങ്കിൽ ഇവരുടെ അടുത്ത് ഓൾറെഡി കഴിഞ്ഞ 3 മാസത്തെ എല്ലാ റിപ്പോർട്ട്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരതെല്ലാം സബ്മിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. മാത്രമല്ല ഇവർ ആകെ 2 പ്രൊഡക്റ്റ് എങ്ങാണ്ട് മാത്രം അത്ര നല്ലൊരു ഹൈ ലെവലിൽ നിൽക്കുള്ളൂ, ബാക്കിയെല്ലാം തന്നെ സാൻജിയോ കമ്പനിയുടെ പ്രൊഡക്ട്സ് നല്ല രീതിയിൽ നിൽക്കുന്നത്. ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റിന് വലിയ വാല്യൂ ഒന്നുമില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല സാധനങ്ങളൊന്നുമല്ല ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ കമ്പനിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പോൾ ഇവൻ പറയണോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ കമ്പനിയുടെ മുന്നോട്ട് പോകുന്നെങ്കിൽ 1-2 വർഷത്തിനകം ഈ ഒരു കമ്പനി നമുക്ക് അടച്ചു പൂട്ടേണ്ടി വരും, എന്തുവായാലും ഇതിന് ഞാനൊരു മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കാന്നുള്ള രീതിക്ക് നമ്മുടെ സുവാങ്ങും സംസാരിക്കുവാണ്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഞാൻ ചെന്നിട്ട് എല്ലാം സെറ്റാക്കി തരാം, പ്രൂഫ് ഒപ്പിച്ച് വരാമെന്ന്. ഇവളാണെങ്കിൽ മറഞ്ഞു നിന്നുണ്ടല്ലോ എല്ലാ ഫോട്ടോസും എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അങ്കിളിലായി വന്നിട്ട് ആ ലാജിയ കമ്പനിയിലുള്ള ആ ഒരു ഓണറുമായിട്ട് സംസാരിക്കുന്ന പൂന്ന് വരുന്നിട്ട് എല്ലാം ഇവള് വളഞ്ഞും മറഞ്ഞും എല്ലാം ഫോട്ടോ എടുത്തിട്ട് ഇവന് കൊണ്ടുവന്ന് കാണിക്കുവാണ്. നീ ഇത് കണ്ടോ, ഇത്രയും ഫോട്ടോസ് പ്രൂഫായിട്ട് വെച്ചിട്ട് പറയണം, ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള റേറ്റിന് മാത്രമാണ് നിങ്ങളടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കമ്പനി ഉള്ളൂ, സാധാരണ എല്ലാ അഡ്വർടൈസിങ് കമ്പനീസ് വാങ്ങുന്ന പ്രൈസിനേക്കാൾ 20% ഇൻക്രീസ് ആയിട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളുടെ അങ്കിളിലായി പോയിട്ട് അവരായിട്ട് തന്നെ ടൈപ്പ് ചെയ്തല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയണം നീ തന്നത് എത്ര നല്ലൊരു ഇൻഫോർമേഷൻ ആണെന്നറിയോ, വെരി ഗുഡ്, എന്തുവായാലും നിങ്ങളുടെ കമ്പനി ടൈപ്പിനെ പറ്റി ഞാൻ ചിന്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവള് ഇതൊക്കെ പ്രൂഫൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവാട്ടോ. ഇവള് പോയി കഴിയുമ്പോൾ ഇവൻ പറയണേ ഇവളെന്തൊരു മന്ദബുദ്ധിയാണ്. എന്നിട്ടാണെങ്കിൽ പിറ്റേ ദിവസം വന്ന അങ്കിളിലായി ആളുടെ കൂടെ 2 പേരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഒരു സീൽ ചെയ്യിപ്പിക്കാനായി സൂലിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ സൂലി പറയുകയാണ് സോറി സാർ, ഇനി എനിക്കിത് സീൽ ചെയ്ത് തരാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി സുവാങ് സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാതും ആളുടെ ടേബിളിൽ വന്ന് ആൾ ചെക്ക് ചെയ്തിട്ട് സീൽ ചെയ്യാവുന്ന, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന സമയത്ത് അങ്ങോട്ട് സുവാനും വരും കേട്ടോ. മാത്രമല്ല അവൻ്റെ കൂടെ ഓൾറെഡി 2 പേര് ഇന്നലെ കണ്ടല്ലോ എല്ലാ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്, അവർ 2 പേരെയും ഇവൻ പുതിയതായിട്ട് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തേക്കുവാണ് ഡയറക്ടേഴ്സായിട്ട്. മാത്രമല്ല നമ്മുടെ അങ്കിളിനായുടെ കൂടെ 2 പേരുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് പറയാണ് നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ എൻ്റെ ഓഫീസ് റെഡി ആയിട്ടിരിപ്പുണ്ട്, വേഗം സൈൻ ചെയ്തിട്ട് ഇവിടുന്ന് പൊക്കോളാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്കിളിലേക്ക് മനസ്സിലാവുന്നത് ഇത്രയും നേരം ഇവർ പഞ്ചഭാവം പോലെ എല്ലാവരും ഇല്ല അഭിനയിച്ചത്, പക്ഷെ ഇപ്പോൾ അവൻ്റെ തനിസ്വരൂപം പുറത്ത് കാണിക്കാനായിട്ട് തുടങ്ങിയില്ലേ, അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ ഷോക്കായി നിൽക്കുക. മാത്രമല്ല നമ്മുടെ സുവാങ് ആണെങ്കിൽ സൂര്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൾക്ക് കുറച്ച് വർക്ക്സ് കൊടുക്കുക. വേറെ ഒന്നുമില്ല, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ കമ്പനീസായിട്ടുള്ള ഇവർ അഗ്രിമെൻറ്റ്സ് എടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം വന്ന് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ പോവാണ്, ഇവരായിട്ടുള്ള കോൺട്രാക്ട്സ് എല്ലാം എന്ന് പറയുന്ന സമയത്ത്
സൂലി പറയണം ഇത് കുറേ വർഷങ്ങളായി ലോങ് ടേം പാർട്ട്നേഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ കോൺട്രാക്റ്റും എല്ലാം നമ്മൾ ടെർമിനേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് സുഹാൻ പറയണം ഒന്നുമില്ല, നീ അത് ടെർമിനേറ്റ് ചെയ്താൽ മതി, ബാക്കി കാര്യം എനിക്കറിയാമെന്ന് പറയാം. മാത്രമല്ല ഇവിടെ CCTVs ഇല്ലേ, അത് എല്ലാതും വന്നിട്ട് അതിൻ്റെ സ്ക്രീനെല്ലാം വന്ന് എൻ്റെ ഓഫീസ് റൂമിലേക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് സെറ്റപ്പ് ചെയ്യണമെന്ന് പറയാം. സൂലിയാണെങ്കിൽ ദൈവമേ എനിക്ക് ഇത്രയും വർക്ക് തന്നല്ലോ എന്നുള്ള രീതിക്ക് അവൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇനിയാണെങ്കിൽ ഇവൻ്റെ ആ ഒരു അങ്കിളിലായും ആളുടെ കൂടെ 2 പേരും കൂടി ഇരുന്നിട്ട് ഇവനെ പറ്റി ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ എന്തോരം ധൈര്യം കാണും, ഇവൻ്റെ ചെറുപ്രായത്തിൽ ആ ചോരത്തിളപ്പം ഇവൻ കാണിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ എത്ര വർഷമായി ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു, നമ്മുടെ അടുത്ത് ഇറങ്ങി പോകാനൊക്കെ ഇവൻ പറയാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇവൻ കയറി വരിക. അവൻ നിങ്ങളെന്നെ വിളിപ്പിച്ചെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അങ്കിളിലായി പറയാൻ മോനെ നീ എന്ത് പണിയാണ് കാണിക്കുന്നത്, ഞങ്ങൾ എത്ര വർഷമായി ഒരു കമ്പനിക്ക് വേണ്ടി, ഞങ്ങൾ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, ഇനി ഞങ്ങളെയൊക്കെ നീ ഇപ്പോൾ പുറത്താക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും സുഹാങ് പറഞ്ഞു ഓ അങ്ങനെയാണോ കാര്യങ്ങൾ, എന്നാൽ നിങ്ങൾ ഈ ഫോട്ടോസൊക്കെ നോക്കുന്നു പറഞ്ഞിട്ടും നമ്മുടെ ഓൾറെഡി ഡോങ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവൻ്റെ കയ്യിൽ പ്രൂഫായിട്ട് കൊടുത്ത് കാണുമല്ലോ, അതൊക്കെ ഓരോന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ എടുത്തോണ്ടേ നമ്മുടെ ആ ഒരു അങ്കിളിലായി പറയണം അത് ഞങ്ങൾ ഫ്രണ്ട്സ് ആടാ അതുകൊണ്ടാടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഓ അതുകൊണ്ടായിരിക്കും അല്ലേ 20% എക്സ്ട്രാ ഒരു പൈസ വാങ്ങുന്ന ഒരു കമ്പനിക്ക് നിങ്ങൾ നമ്മുടെ കമ്പനിയായിട്ട് ടൈപ്പ് വെച്ചത്, അല്ല നമ്മുടെ കമ്പനിയായിട്ടുള്ള സ്നേഹം കൊണ്ടല്ല, മാത്രമല്ല നിങ്ങൾ അവരെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നുണ്ടല്ലോ അതിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ് കാണിക്കാം. അത് കഴിഞ്ഞ് ചോദിക്കുവാണ് നിങ്ങൾ കുറച്ച് മാസങ്ങൾ കുറച്ച് എൻ്റെ അമ്മയുടെ നിന്ന് കുറേ പൈസ റോ മെറ്റീരിയൽസ് വാങ്ങണമെന്നോ അതെല്ലാം മെഷീൻസ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വല്ലതും ചേഞ്ച് ചെയ്തോ, പഴയ മെഷീൻസ് അല്ലേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം എൻ്റെ അമ്മ അറിഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാമോ. മാത്രമല്ല ഇത്രയും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തുമായിരിക്കും, നിങ്ങൾ 3 പേരെ ആലോചിച്ചു എന്ന് ചോദിക്കണം. നിങ്ങൾക്ക് ഞാനൊരു വഴി പറയാം, നിങ്ങളായിട്ട് റിസിഗ്നേഷൻ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പെൻഷൻ ഞാൻ തരാം, മാത്രമല്ല നിങ്ങൾക്ക് കൊച്ചുങ്ങളുടെ കൂടിയും പേരമക്കളുടെ കൂടിയും സന്തോഷമായിട്ട് ജീവിക്കാം, നിങ്ങൾ തന്നെ എന്താ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ പറയാം കേട്ടോ. അപ്പോഴാണെങ്കിൽ അവർക്ക് 3 പേർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി, കാരണം അവൻ ഇത്രയും പ്രൂഫ്സ് ഒരുമിച്ചല്ലേ എടുത്തു വയ്ക്കുന്നത്. എന്നിട്ടാണെങ്കിൽ അവൻ പോകുമ്പോൾ പറയണേ അല്ല എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ പോയിട്ട് റെസിഗ്നേഷൻ കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വരിക. മാത്രമല്ല അവൻ പറഞ്ഞ പോലെ തന്നെ CCTV ക്യാമറയുടെ ഫുട്ടേജ് എല്ലാം തന്നെ ആ ഒരു സ്ക്രീനിലാക്കിയിട്ട് അവൻ്റെ ഓഫീസ് റൂമിൽ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ സംസാരിക്കുന്നത് വരെ അവൻ ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇരിക്കെ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് കോസി പറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടില്ലയോ വന്നപ്പോൾ എന്തൊരു പഞ്ചഭാവം പോലെയായിരുന്നു ബോസ്, പക്ഷെ പെട്ടെന്ന് സ്വഭാവം മാറിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ പറ്റിക്കുന്ന ഗോസിപ്പ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവൻ പറയണം മര്യാദയ്ക്ക് ഓഫീസ് ടൈമിൽ ഓഫീസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യാമെന്ന് അറിയാലോ എന്ന് പറയുന്ന സമയത്ത് അവരെല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് വെച്ച് ബോസ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുക. മാത്രമല്ല അവൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാവരും ആരൊക്കെ വർക്ക് ചെയ്യുന്നില്ലെന്ന് നോക്കിയിട്ട് അവർക്കുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു മൈക്കിലൂടെ തന്നെ പറയുന്നുമുണ്ട്. ഇനിയാണെങ്കിൽ ഇവൻ കുറച്ച് കമ്പനീസായിട്ട് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ലിസ്റ്റ് എല്ലാം വന്നിട്ട് ഷൂലിയുടെ കയ്യിൽ കൊടുത്തു കാണുമല്ലോ. അപ്പോൾ ഷൂലി വന്നിട്ട് നമ്മൾ ഡോങ്ങിനെ വിളിപ്പിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല അവരെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്റ്റും വന്നിട്ട് ഇവൻ വന്നിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയാനാണ് കേട്ടോ. അതിൻ്റെ കാര്യം പറയുന്ന സമയത്തും നമ്മൾ ഷൂലിയുടെ അടുത്ത് ഡോങ് ചോദിക്കുകയാണ് ബോസ് മണ്ടേലോ ഞാൻ പോയി കണ്ടോണ്ടിരിക്കുന്ന സമയത്തും ഷൂലി ഓക്കെ പറയാൻ നിൽക്കുമ്പോഴേക്കും ഇവളാണെങ്കിൽ വെപ്രാളപ്പെട്ടും ബോസിനെ കാണാനായിട്ട് പോവുകയാണ്. ഇനി ചെന്നോണം തന്നെ അവൻ്റെ അടുത്ത് നിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചെന്ന് പറയാം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പണ്ടത്തെ ആ ഒരു പഞ്ചഭാവൻ ലുക്കല്ലോ, ഭയങ്കര ഇപ്പോൾ റൂഡായിട്ടുള്ളൊരു ബോസ് പോലെയല്ലേ, അവനാണെങ്കിൽ തിരിഞ്ഞ് എന്തോ കാര്യം ചോദിക്കുന്ന സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് പണ്ടുണ്ടായ ഒരു കാര്യം ഓർമ്മ വരും കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് ഒരു മെമ്മറീസ് എന്ന് പറഞ്ഞില്ല, അത് വേറെ ഒന്നുമില്ല, ഒരിക്കൽ വന്ന് ഇവൾ കുടിച്ചിട്ട് ബോധമില്ലാത്ത ഇവൻ്റെ മേൽ വന്നിട്ട് വോമിറ്റ് ചെയ്ത് വെച്ച് കാണും കേട്ടോ. അപ്പോൾ ഇതാലോചിക്കുന്ന സമയത്ത് ഇവൾക്ക് ഇപ്പോഴാണ് ഈ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. ഇവന് ഫസ്റ്റ് ഓർമ്മ വന്നു, പക്ഷേ ഇവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഇവളാണെങ്കിൽ ദൈവമേ അത് ഇനിയിപ്പോൾ ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴേക്കും അവൻ പറയാണ് നിൽക്കുക അവിടെ എന്ന് പറയണം. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എനിക്ക് ഈ ഡ്രാമ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഈ ഒരു ഡ്രാമ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്തേക്കണേ. എന്നാൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.